ഓക്കെ, ഇന്നിപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിലെ സെക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് മൊഡ്യൂളിലെ പ്രോബ്ലംസ്, ഇമ്പൾസ് ടർബൈൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലെ പ്രോബ്ലംസ് ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഡെറിവേഷൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസും. നോർമലി ഈ ഒരു മോഡലിലാണ് നമുക്ക് പ്രോബ്ലംസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലത്തെ പ്രോബ്ലംസ് ആണ് വരാറുള്ളത്. അതായത് ഫോഴ്സ് കണ്ടുപിടിക്കുക, നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ സിറ്റുവേഷനിലും വെർട്ടിക്കൽ പ്ലേറ്റ്, ഹൊറിസോണ്ടൽ പ്ലേറ്റ്, കർവ്ഡ് പ്ലേറ്റ്, അതിന് ഇൻക്ലൈൻഡ് ആവാം, മൂവബിൾ ആവാം, ഫിക്സഡ് ആവാം. അപ്പോൾ അത് റിലേറ്റീവ് വെലോസിറ്റി വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ രീതിയിലുള്ള പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ അതേ പ്രോബ്ലംസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. ഓക്കെ, ഈ ടെക്സ്റ്റ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഇതിൽ നിന്നുള്ള ആണ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ റേഡിയൻറ്റിൻ്റെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യും. അതിനുള്ള കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒറ്റ മോഡലിന് വർക്കൗട്ട് ചെയ്താൽ മതി. വേറെ ഒന്നും വ്യത്യാസമല്ല, ജസ്റ്റ് ഒന്ന് ആംഗിൾ മാറും, പാരാമീറ്റേഴ്സ് മാറും, ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസം ഇതിൽ വരാനില്ല. പിന്നെ ഡെറിവേഷൻസ് ആണെങ്കിൽ തന്നിരിക്കുന്ന പോലെ തന്നെ ചെയ്യും, വേറെ ഒരു മാറ്റങ്ങളും നിങ്ങൾക്ക് അതിലില്ല. ഇപ്പം അടുത്ത മൊഡ്യൂൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വെലോസിറ്റി ട്രയാങ്കിൾ നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട്, സെതിലും പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് തന്നെയാണ്, ഒരു വ്യത്യാസങ്ങൾ ഇതിലും വരുന്നില്ല. എന്നാൽ നമുക്ക് അന്നത്തെ ജസ്റ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ഒന്ന് നോക്കാം. പെൽറ്റൺ ടർബൈൻ്റെത് എങ്ങനെയാണെന്നുള്ളത്. ഇതായിരുന്നു പെൽറ്റൺ ടർബൈൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ കണ്ടറിയാം, ഇവിടെ നമുക്ക് വെലോസിറ്റി V1, അതുപോലെ ഇവിടെ U1, VR1, അതിൻ്റെ പർട്ടിക്കുലർ ആംഗിൾ അല്ല, അതിൻ്റെ സെൻറ്ററിലാണ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. സോ ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള ഗേറ്റ് ബൈഡ് ആംഗിൾ ഇവിടെ വരുന്നില്ല. സോ എന്താണ്, V1 is equal to VW1 ആണ് ഇവിടെ വരുന്നത്. അതുപോലെ VR1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V1 മൈനസ് U1. പിന്നെ ഇവിടെ നമുക്ക് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, റിവൈൻഡ് ചെയ്യുക. ഇതെല്ലാം നമ്മൾ പഠിച്ചിരുന്ന ഇക്വേഷൻ, ഹെഡ് ലോസിൻ്റെ ഇക്വേഷൻ, V1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഹെഡ് നമുക്ക് തന്നിട്ടുണ്ടാവും ഫസ്റ്റിൽ. U1 is equal to U2 is equal to πdn/60. കാരണം ഇവിടെ ഒരു വീല് റൊട്ടേറ്റ് ചെയ്യുന്നത്. നമ്മൾ ലാബ് പ്രാക്ടിക്കൽ സെക്ഷൻസ് ചെയ്തപ്പോൾ നമുക്ക് ഒരു വീല് കണ്ടിരുന്നു, ഒരു റൊട്ടേറ്റിംഗ് വീൽ അല്ലേ, ഒരു റൊട്ടേറ്റിംഗ് വീല്. അതിൻ്റെ മേലെ കുറേ ബക്കറ്റ്സ് ഇങ്ങനെ ഫിക്സ്ഡ് ആണ്. ഇതിൽ വന്നിട്ടാണ് വാട്ടർ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വീലിൻ്റെ ഡയമീറ്റർ ആണ് ഈ തന്നിരിക്കുന്ന D എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡാണ് N എന്ന് പറഞ്ഞിരിക്കുന്നത്. VR1 is equal to V1 minus U1, VW1 is equal to V1. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞ ആംഗിൾ 0 ആയതുകൊണ്ടാണത്. പിന്നെ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നത് VR2 is equal to VR1, VW2 VR2 cos phi minus U2. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ FS is equal to ρA V1 into VW1 plus VW2 ആണ്. ഇതാണ് അവിടുത്തെ വർക്ക് ഡൺ ഇക്വേഷൻ. എല്ലായിടത്തും ഇക്വേഷൻസ് ഏകദേശം സെയിം തന്നെയാണ്. ആദ്യത്തെ കേസിൽ നമുക്ക് ρA V1 into VW1 plus or minus VW2. ഇവിടെ ഇക്വേഷൻ തന്നെ, ജസ്റ്റ് കണ്ടീഷൻസ് ഒന്ന് മാറിയെന്ന് മാത്രം. ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ഫ്ലാറ്റ് ആണെന്ന് മാത്രം, ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിന് മാറ്റമുണ്ടെന്ന് മാത്രം. ബാക്കിയുള്ള ഇക്വേഷൻസ് സെയിം ആണ്. കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻസും തന്നെ. അതിന് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ 2 into VW1 plus VW2 into U divided by V1 square ഇങ്ങനെ ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഹൈഡ്രോളിക് എഫിഷ്യൻസി, മാക്സിമം എഫിഷ്യൻസിൻ്റെ കണ്ടീഷൻസ് നോർമലി 2-3 വട്ടം ചോദിച്ചിട്ടുള്ളതാണ് എക്സാമിനൊക്കെ, അതൊന്ന് നോട്ട് ചെയ്യും. അതായത് U is equal to V1/2 എന്ന കണ്ടീഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പോയിന്റ്സ് ആണ് നിങ്ങൾ റിമെമ്പർ ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് പോയിന്റ്സ് ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്നും തന്നില്ല, നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് പഠിക്കും. V1 is equal to CV into √2. ഇത് ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ച കാര്യമാണ്. പിന്നെ CV വാല്യൂസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 0.98 അല്ലെങ്കിൽ 0.99 അസ്യൂം ചെയ്യാം. ഓക്കെ, പിന്നെ U is equal to πdn divided by 60 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യും. കാരണം ഡെറിവേഷൻ സ്റ്റെപ്സും അതിൻ്റെ എല്ലാ വർക്കിംഗ് പാരാമീറ്റേഴ്സും പെൽറ്റൺ വീൽ ടർബൈൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ജസ്റ്റ് ഞാൻ ഇപ്പോൾ റീക്യാപിറ്റുലേറ്റ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, നോക്കിക്കോളൂ പ്രോബ്ലം. എ പെൽറ്റൺ വീൽ ഹാസ് എ മീൻ ബക്കറ്റ് സ്പീഡ്. ബക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ഡബിൾ ഹെമിസ്പെറിക്കൽ ഷേപ്പുള്ള ഈ ഇതിനാണ് നമ്മൾ ബക്കറ്റ് എന്ന് പറയുന്നത്. ഇതിലാണ് വാട്ടർ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇങ്ങനെ ഒരു പെരിഫറിയുടെ പുറത്താണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇവിടെയാണ് ഷാഫ്റ്റ് വരുന്നത്. ഈ വീലിന്റെ പുറത്ത് ഇങ്ങനെ കുറേ വീലുകൾ നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇതിലാണ് വാട്ടർ വന്നിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് 10 മീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പോൾ U is equal to U1 is equal to U2 is equal to 10 meter per second. ആൻഡ് ദ ഫ്ലോയിങ് റേറ്റ് is equal to 700 liters എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്ചാർജ് ആണ് തന്നിരിക്കുന്നത്, ഫ്ലോ റേറ്റ്. അപ്പോൾ ലിറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഡിവൈഡ് ബൈ 1000 ചെയ്യുക. ഓക്കെ,
അണ്ടർ എ ഹെഡ് ഓഫ് 30 മീറ്റർ. ഹെഡ് തന്നിട്ടുണ്ട് എച്ച്. ഹെഡ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വി കണ്ടുപിടിക്കാം. വി സീക്വൽ സി വി ഇൻറ്റു √2g എച്ച്. അപ്പോൾ ഇവിടെ സി വി നമുക്ക് 0.98 തന്നിട്ടുണ്ട്. തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 0.99 നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എടുക്കാം. പിന്നെ ബക്കറ്റ് ഡിഫ്ലക്റ്റ് ചെയ്യുന്ന ആംഗിൾ തന്നിട്ടുള്ളത് 165 ആണ് വേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഓക്കെ 160 ആണ് തന്നിട്ടുള്ളത്. ഇവിടെ എടുത്തിരിക്കുന്നതിൽ ഒരു തെറ്റുണ്ട്, നോക്ക് അവിടെ ശ്രദ്ധിക്കുക. 160 ആണ് വേണ്ടത്, മാർക്ക് ചെയ്യേണ്ടത്. ടെക്സ്റ്റ് ബുക്കിന്റെ എററാണ്, ശ്രദ്ധിക്കുക. ഇവിടെ ആംഗിൾ 160 ആണ്. നോർമൽ കേസിൽ അത് 165 ആയിരിക്കും കേട്ടോ. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഇവിടുത്തെ എഫക്റ്റീവ് ആംഗിൾ നമുക്ക് വരുന്നത് 5 = 180 - 160 that is 120 വരും. then നമുക്ക് VR1 = V1 - U1. നമ്മളെ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വെലോസിറ്റി ട്രയാങ്കിൾ മൊത്തത്തിൽ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഓരോ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കാൻ പഠിക്കുന്നത്, ഇങ്ങനെ വരയ്ക്കാൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇത് വരയ്ക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ. ആ വരയ്ക്കാൻ മാത്രം പഠിക്കുക, ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പഠിക്കുക. അപ്പൊ ഇവിടെ VR1 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് VR1 എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ എന്നെങ്കിൽ അത് V1 നമുക്കറിയാം. ഇതുവരെയുള്ളത് V1 ആണ്. അതിൽ നിന്ന് U1ന്റെ വാല്യൂ മൈനസ് ചെയ്താൽ നമുക്ക് VR1 കിട്ടും. അത് ചെയ്തു. VW1ന്റെ വാല്യൂ ആണെങ്കിൽ V1ന് ഈക്വൽ ആണ്. കണ്ടോ, രണ്ടും ഒരേ ലെങ്ത് ആണ്. V1ന്റെ കോസ് ആൽഫയാണ് VW1. കോസ് ആൽഫ 0 ആണ്. കോസ് 0 V1 കോസ് 0 V1 തന്നെ. സോ VW. പിന്നെ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നോക്കൂ, ഇതാണ് ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ. അവിടെ VR2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VR1 ആണ്. VW2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് VW2. അതായത് ഈ ഫുൾ ലെങ്ത് ഉണ്ടല്ലോ, ഇവിടെ നമ്മളിപ്പോൾ AB എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ C എന്ന് വിടുകയാണെങ്കിൽ AB എന്ന് CB എന്ന് പറയുന്നതാണ് നമ്മുടെ VR2 അല്ല VW2. നമുക്ക് VW2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AB - AC ആണ്. അപ്പൊ ടോട്ടൽ ലെങ്ത് VR2 cos φ ആണല്ലോ. ഇവിടെ തൊട്ട് ഇവിടെ AB എന്ന് പറയുന്നത് VR2 cos φ ആണ്. ദെൻ U2 നമുക്കറിയാം. ദെൻ ഈ VR2 cos φ എന്ന് U2 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് VW2 കിട്ടും. ജസ്റ്റ് ട്രിഗ്നോമെട്രിക് അനാലിസിസ് ആണ്. ജസ്റ്റ് ട്രിഗ്നോമെട്രി ഒന്ന് ക്ലിയർ ആക്കുക, ആംഗിൾസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, അത് മാത്രം. എല്ലാത്തിനും കോമൺ സ്റ്റെപ്പാണ്. ജസ്റ്റ് നിങ്ങൾ ആ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് കഴിഞ്ഞ ക്ലാസ്സുകൾ ചെയ്യിപ്പിച്ചിട്ട് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക മാത്രം മതി. ബാക്കി എല്ലാം സെയിം ആണ്. ജസ്റ്റ് ട്രയാങ്കിൾ മാറ്റിയിടുക, തന്നിരിക്കുന്ന കാര്യങ്ങൾ അതിൽ മാർക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ ട്രയാങ്കിൾ വരയ്ക്കുന്നതിനും ഒരു മാർക്ക് നിങ്ങൾക്കുണ്ട്, 5 മാർക്ക് ഉണ്ടാവും. 5 10 മാർക്ക് അതിന് വരും, 5-8 മാർക്ക്. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കോളം അതിനാണ്. പിന്നെയാണ് ബാക്കി പ്രോബ്ലത്തിനുള്ളൂ. ഇപ്പോൾ എല്ലാത്തിനും കോമൺ ആയിട്ട് ഒരു ഡയഗ്രം ഇതിൽ പഠിക്കാനുള്ളൂ. പിന്നെ തുടക്കത്തിലുള്ള 2-3 ഡെറിവേഷൻസ്, പിന്നെ കുറച്ച് ബേസിക് വർക്കിംഗ് എന്താണെന്നുള്ളത് മാത്രം. ബാക്കി ഒന്നും ഇതിലില്ല. ജസ്റ്റ് ആ പ്രോബ്ലം ചെയ്യേണ്ട ഒരു പ്രോബ്ലം നോക്കി പോയാൽ മാത്രം മതി. എസ് ഗ്രേഡ് ഷുവർ ആണ്. കാരണം കുറച്ചും കൂടി എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ FX × U1. അപ്പോൾ FX എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ρA V1 × VW1 + VW2. ഇതാണ് FX. FX × U ആണ് വർക്ക് ഡൺ. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പവർ എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ ബൈ 1000. ദ ഹൈഡ്രോളിക് എഫിഷ്യൻസി ഓഫ് ടർബൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 × VW1 + VW2 × U / V1². നമ്മൾ വർക്ക് ഡൺ ഡിവൈഡ് ബൈ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ആണ് നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല. നമ്മൾ ഇക്വേഷൻ അത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 × VW1 + VW2 × U / V1². അപ്പൊ അത് അതേപോലെ ചെയ്താൽ മതി.